അങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കാര്യം അള്ളാഹുവിടെ പരാമർശിച്ചിട്ടില്ല. അള്ളാഹു പറയുന്നത് എന്ന ഒന്നാം മഫ്ഊലായ ഹായുടെ രണ്ടാമത് വന്ന മഫ്ഊലാണ് യദ്ഊന്റെ ആലിഹത്തൻ എന്ന്, ആലിഹത്തൻ എന്ന് പേർ വിളിക്കുന്ന. അപ്പൊ ഇവിടെ നമ്മൾ ഒത്തം വെക്കുക, അറായിക്കും നിങ്ങളൊന്ന് പറയൂ, ശുറക്കാക്കും നിങ്ങൾ പറയുന്ന എന്റെ ഷെയറുകാരെ പറ്റി, അല്ലദീന തദഊന മിൻ ദൂനില്ലാഹി അല്ലാഹുവിന്റെ പുറമെ നിങ്ങൾ ഇലാഹുകളെന്ന് വിളിക്കുന്ന, അറൂനി നിങ്ങളൊന്ന് കാണിച്ചു തരൂ, നിങ്ങളൊന്ന് പറയൂ, മാദാ ഖലഖൂ മിനൽ അർദ്, നിങ്ങൾ എന്നോടൊന്ന് പറയൂ, മാദാ ഖലഖൂ മിനൽ അർദ്, ഈ ഭൂമിയിൽ എന്താണ് ഇവർ സൃഷ്ടിച്ചത്, ഈ ഭൂമിയിൽ എന്താണ് ഇവർ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ പറയൂ. അപ്പൊ അതിന്റെ അർത്ഥം ഭൂമിയിൽ സൃഷ്ടിക്കലെന്ന് ഇവർ വിചാരിച്ചിട്ടില്ല. പിന്നെ എന്തിനാ ഓരോട് ഭൂമിയിൽ എന്താ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചതിനാ അല്ല തുടരും. അതല്ല, നിങ്ങൾ ഇലാഹുകൾ എന്ന് പറയുന്ന ഈ ഷെയറുകാർക്ക് കൂറുണ്ടോ എന്നോട് സമാവാത്തി ആകാശങ്ങളെ പഠിച്ചതിന്, ആകാശങ്ങളെ പഠിച്ചപ്പോൾ ഷെയറുണ്ടോ പറയൂ. ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഉത്തരം മുട്ടും. തീർച്ച ആകാശങ്ങളെ പഠിച്ചപ്പോ ഇതില്ല. കാരണം ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്. എല്ലാവർക്കും അറിയാം. ഒരു ക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കേണ്ട വിഗ്രഹത്തെയും മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും അറിയാം. പിന്നെ അതിന് ചില പൂജാതി കർമ്മങ്ങൾ വെച്ച് പ്രതിഷ്ഠിച്ച ശേഷമാണ് അതിൽ ദൈവിക അംശം വിഗ്രഹാരാധകർ വിചാരിക്കുന്നുള്ളൂ. അതിന്റെ മുമ്പ് കൊണ്ടുവരുമ്പോ യാതൊന്നും വിചാരിക്കുന്നില്ല. ഇനി ഈ ദൈവത്തെ കൊണ്ടുപോയി മോഷ്ടിച്ചിട്ട് വല്ല നദിയിലോ മറ്റോ ഇട്ടാലോ കേവലം ശില്പം തന്നെ ആരും പറയുള്ളൂ, വിഗ്രഹം ആരും ചിലപ്പോൾ പറയില്ല. ഇത് പ്രതിഷ്ഠിച്ചത് കൊണ്ട് മാത്രമേ ദൈവമായി മാറുന്നതാണ്. അങ്ങനെയുള്ള ദൈവങ്ങൾക്ക് ആകാശത്തിൽ കൂറുണ്ടെന്ന് അന്നം തിന്നുന്ന മനുഷ്യൻ പറയൂല. ഭൂമിയിൽ അവർ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ബുദ്ധിയുള്ള മനുഷ്യൻ പറയൂല. അതുകൊണ്ട് തന്നെ നിശബ്ദതയായിരിക്കും അവിടെ മറുപടിയും ഉറപ്പാണ്. അപ്പൊ അള്ള ചോദിക്കുന്നു, ശുപാർശകരായിട്ടാണ് ഞങ്ങൾ ഈ ദൈവങ്ങളെ വെക്കുന്നത് എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ ഇത് എവിടെ നിങ്ങൾക്ക് കിട്ടിയത്? ഈ ബഹുദൈവ വിശ്വാസികൾക്ക് നാം നൽകിയിട്ടുണ്ടോ കിതാബ? അതറിയിക്കുന്ന വല്ല കിതാബും നൽകിയിട്ടുണ്ടോ? അതറിയിക്കുന്ന വല്ല കിതാബും നൽകിയിട്ടുണ്ടോ? വേറൊരാഴ്ച അല്ലാഹു ഒന്നും കൂടി കൂട്ടുന്നുണ്ട്. ഇതിന് മുൻപിറങ്ങിയ വല്ല കിതാബും, ഇത് നിങ്ങളുടെ ശുപാർശകരാണെന്ന് പറയുന്നത് തെളിയിക്കാൻ പറ്റുന്ന വല്ല രേഖയും നിങ്ങൾ കൊണ്ടുവരി. അല്ലെങ്കിൽ പൂർവഗാമികളായ പണ്ഡിതന്മാരെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന വല്ല മൊഴികളും കൊണ്ടുവരൂ. എന്താ അവന്റെ ചോദ്യം? എടോ, ഇത് ശുപാർശകരായ ദൈവങ്ങളാണ്, ഇവ നിങ്ങൾക്ക് ശുപാർശ ചെയ്യും ദൈവങ്ങളാക്കിയാൽ എന്നാണ് കുടുംബം നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ ഇത് പറയുന്നവർ ആലോചിക്കേണ്ടത്, ഇത് നിങ്ങൾക്ക് എവിടെ കിട്ടിയത്? അല്ലാഹുവിന്റെ അടുത്ത് ഇവ ശുപാർശ ചെയ്യുമെന്ന്. ഇത് പരലോകക്കാരല്ലേ? പരലോകക്കാരൻ നിങ്ങൾക്ക് നമ്മൾ അറിയിച്ച് തരണമെങ്കിൽ ഇത് മുമ്പ് ഇറക്കി തന്ന കിതാബിലുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ പരമ്പരാഗതമായി ഉദ്ധരിക്കുന്ന മൊഴികളിൽ ആര് പറഞ്ഞു എന്ന് സ്ഥിരീകരിച്ചു പറയൂ. എന്താ അല്ലാന്റെ ചോദ്യം? ഇന്തും സാധിക്കൂ, നിങ്ങൾ ഇവ ദൈവമാണ് ശുപാർശകരാണ് എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ഫഹുമല ബയ്യനത്തിൽ നിന്ന്, ഈ ആയത്തിലേക്ക് തന്നെ പറയാം, നമ്മൾ വേദത്തിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഫഹുമല ബയ്യനത്തിൽ നിന്ന് ഇക്കാര്യത്തിൽ അവർക്ക് തെളിവുണ്ടെന്ന് പറയാം. ശരിയാ, അള്ള ഇറക്കിയിരിക്കണേ ഇവ ശുപാർശ ചെയ്യുന്ന നമ്മൾ വിചാരിക്കണമായിരുന്നു അള്ളാന്റെ റസൂല് ശുപാർശ ചെയ്യുന്നു. എന്തുകൊണ്ട്? അള്ള വേദത്തിലിറക്കി, റസൂൽ എന്താ ശുപാർശ ചെയ്യും? മുഹയ്യദ്ദീൻ ശൈഖ് ശുപാർശ ചെയ്യും. എന്തുകൊണ്ട്? ഔലിയാക്കൾ ശുപാർശ ചെയ്യുന്നു, റസൂലുള്ള പറഞ്ഞു, വേദത്തിലിറക്കി. അപ്പൊ വേദത്തിലിറക്കിയത് നിങ്ങളുടെ ഈ ദൈവങ്ങൾ ശുപാർശ ചെയ്യുമെന്നുണ്ടെങ്കിൽ ഈ മുശ്രിക്കീങ്ങൾക്ക് ഇത് സംബന്ധിച്ച് തെളിവുണ്ട് എന്ന് സമ്മതിക്കാം. പക്ഷേ തെളിവ് കൊണ്ടുവരൂ. ഇതാ നിങ്ങൾ ആദ്യത്തെ ചേർത്ത് വായിക്കണം. ശുപാർശകരാണെന്ന നിലക്ക് ബഹുദൈവങ്ങളെ വിശ്വസിക്കുന്നവർക്ക് അത് ശിർക്കാണെന്ന് പറയാൻ എന്തേ കാര്യം? അത് ശറഅ് വിലക്കി. അതുകൊണ്ട് തന്നെ അപ്പൊ വിലക്കിയതല്ല, അള്ള കൽപ്പിച്ചതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അങ്ങനെ അള്ള കൽപ്പിച്ചിട്ടില്ല. ശുപാർശകരെന്ന് അമ്പിയാക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഔലിയാക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ദൈവങ്ങളല്ല, അള്ളാന്റെ നബിമാരാണ്, അള്ളാന്റെ വലിയുമാരാണ്. ഔലിയാ അതുപോലെ അമ്പിയാ ആലിഹത്തല്ല. ആലിഹത്തെന്ന് വിചാരിക്കുന്നവർക്ക് രേഖയില്ല. രേഖയുണ്ടെങ്കിൽ ബയ്യനത്തിൽ നിന്ന് ഇക്കാര്യത്തിൽ തെളിവിലാണ് അവരെന്ന് പറയാമായിരുന്നു.
യാതൊരു തെളിവുമില്ലാതെ ജൽപ്പിക്കുന്ന ഇവരുടെ മേലാളന്മാർ കീഴാളന്മാർക്ക് വഞ്ചനാപരമായ മോഹങ്ങൾ നൽകിയിട്ട് പ്രലോഭിപ്പിച്ചും പ്രകോപനങ്ങൾ നടത്തിയിട്ട് താക്കീതുകൾ നൽകിയിട്ട് പേടിപ്പിച്ചിട്ടുമാണ് ഈ വിഗ്രഹാരാധനയിലും ബഹുദൈവങ്ങളിലും ഇവര് പരമ്പരാഗതമായി തളച്ചിടുന്നത്. അല്ലാഹുവിന്റെ സമർത്ഥനം, എത്ര സുന്ദരമായ സമർത്ഥനം. സൂറത്ത് ഫാത്തിർ 40. ഞാനിതൊന്ന് വായിക്കാം. ഇതിന് ഇമാം റാസി വ്യാഖ്യാനിച്ചു. فلما قال أرأيتم يعني علمتم هذه التي تدعونها كما هي, നിങ്ങൾ ഇലാഹുകളാണെന്ന് നിങ്ങളുടെ വാദത്തിൽ എങ്ങനെയാണോ ഉള്ളതെങ്കിൽ അതുപോലെ നിങ്ങൾ വാദിക്കുന്ന ഇവ കഴിവുകേടാണെങ്കിൽ അവന്റെ കൂടപ്പുറപ്പ്, എന്നിട്ടും നിങ്ങൾ ഇലാഹുകളാണെന്ന് അവയെ പറയുന്നു. ഔ തത്തഹിമൂന ഫീഹാ ഖുദ്റത്തൻ, അല്ലെങ്കിൽ ചില കഴിവുകൾ അവ കൊണ്ടെന്ന് നിങ്ങൾ തെറ്റായി ജൽപ്പിക്കുന്നു. നിങ്ങൾ ഇവ അശക്തമാണ് എന്ന് അറിയുന്നവരാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഇതൊക്കെ ഇബാദത്ത് ചെയ്യുന്നതും ഇവയെ മാബൂദാക്കുന്നതും? നിങ്ങൾക്ക് സംഭവിച്ചു നിങ്ങളുടെ മനസ്സിൽ അന്നലഹ ഖുദ്റത്തൻ, അതിന് കഴിവുണ്ടെന്ന്. എന്നാൽ നിങ്ങൾ എനിക്ക് അറിയിച്ചു തരൂ ഖുദ്റതഹ, അതിന്റെ കഴിവിന്. ഫീ അയ്യി ശൈഇൻ ഹിയ, എവിടെയാണ് ഇതിന്റെ കഴിവ്? ഭൂമിയിലാണോ നിങ്ങളുടെ ദേവന്മാരുടെ കഴിവ്? മുശ്രിക്കുകളിൽ നിന്ന് ചിലർ അങ്ങനെ പറഞ്ഞിരുന്നു, ഭൂമിയിൽ തന്നെ കഴിവുള്ളവരാണ് ഈ ദൈവങ്ങൾ. അന്നല്ലാഹ ഇലാഹു സമാ, അള്ളാഹു മാനത്ത ദേവൻ, ഭൂമി ദേവന്മാർ ഞങ്ങളുടെ ഈ ദൈവങ്ങളും എന്ന് ചിലർ പറയുമ്പോൾ ഭൂമിയിലെ കാര്യങ്ങളിലെ കഴിവ് ഈ ദൈവങ്ങൾക്കാണ് അവർ വാദിക്കുന്നുണ്ട്. എങ്കിലും കാണിക്കണോ എന്ന് അവരെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. കണ്ടോ, ഭൂമിയിൽ കഴിവുള്ള ദൈവങ്ങളാണ് ഇവ, മാനത്ത് കഴിവുള്ള മാനദേവനാണ് വലിയ ദൈവം. ആ വലിയ ദൈവത്തിന്റെ കീഴാളന്മാരായി ഭൂമിയിൽ കഴിവുള്ള ദൈവങ്ങളാണ് ഇവ എന്ന് പറഞ്ഞിരുന്ന ചിലരുണ്ട്. അവരെ പോലെ ഭൂമിയിൽ എന്താണോ ഇവർ സൃഷ്ടിച്ചതെന്ന് അറിയിച്ചുക. നക്ഷത്രങ്ങളാണ് ഇവിടത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നതും സൃഷ്ടിക്കുന്നതും എന്ന് പറഞ്ഞവരാണ് ഈ മുശ്രിക്കുകൾ. മക്കയിലെ മുശ്രിക്കുകൾ അവരിലില്ലേ? തീർച്ചയായും ഒരു പക്ഷം ഉണ്ട്. വിഗ്രഹങ്ങൾ അതിന്റെ രൂപം മാത്രമാകുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതല്ല, നിങ്ങളുടെ ദേവന്മാരുടെ കഴിവ് മാനലോകത്താണോ? അത് ആകാശത്ത് ഷെയറുണ്ടോ എന്ന് ചോദിച്ചു. കമാകാല ബാബുഹും, അങ്ങനെയും ചിലർ പറഞ്ഞു. ആകാശം അള്ള ഒറ്റയ്ക്ക് പടച്ചതല്ല, മലാഖ ദേവന്മാരുടെ കൂടി സഹായത്തോടെ പടച്ചതാണ്. അപ്പൊ മാനത്തെ ദേവന്മാരായ മാലാഖമാർ തന്നെ ദൈവത്തോടൊപ്പം പങ്കുകാരായുണ്ട് എന്ന് ചിലർ പറഞ്ഞു. അവരെ ഗണ്ണിച്ചുകൊണ്ടാണ്, അവർക്കെതിരെയാണ് അള്ളാഹുവിന്റെ ചോദ്യം. ആകാശത്തിൽ ഷെയറുകാരുണ്ടോടോ? കാണിച്ചുതാ, അറിയിച്ചുതാ. അതല്ല, നിങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നതിൽ സ്വന്തം കഴിവുള്ളവരാണ് ഇവരെന്ന് നിങ്ങൾ വിചാരിക്കുമോ? ചില മുശ്രിക്കുകൾ അങ്ങനെയും പറഞ്ഞു. 3 മുശ്രിക്കീങ്ങൾ, ആകാശദേവന്റെ കൂടെയുള്ള മുശ്രിക്കുകൾ, ശുറക്കാവിനെ വാദിക്കുന്ന മുശ്രിക്കുകൾ, ഭൂമിയിലെ കീഴ്ദൈവങ്ങളായിട്ട് മെബരി ദൈവത്തിന്റെ കീഴ്ദൈവങ്ങളായി വിശ്വസിക്കുന്ന മുശ്രിക്കുകൾ, കേവലം ശഫാഅത്തിന് കഴിവുള്ളവരായി മാത്രം വിശ്വസിക്കുന്ന 3-ാം തരം മുശ്രിക്കുകൾ. അവരെ അല്ലാഹു ഗണ്ണിക്കുന്നു. കമാ ഖാല ബഅദുഹും ഇന്നൽ മലായികത മാ ഖലഖൂ ശൈആ, മാലാഖ ദേവന്മാരൊന്നും പടച്ചില്ല. വലാകിന്നഹും മുഖറബൂന ഇൻദല്ലാഹ്, പക്ഷേ അവർ ദൈവത്തിന്റെ അടുപ്പക്കാരാണ്. അതുകൊണ്ട് അവരെ ഞങ്ങൾ പൂജിക്കുന്നു, ഞങ്ങൾ അവർക്ക് ഇബാദത്ത് ചെയ്യുന്നു. അവർ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അവർക്ക് ഇബാദത്ത് ചെയ്യുന്നു. ഞങ്ങൾ അവർക്ക് ദൈവങ്ങളായി വിശ്വസിച്ച് വണങ്ങി അവരെ പൂജിച്ച് ജീവിക്കുന്നു. എന്തിന്? നേട്ടം വലിയ ദൈവത്തിങ്കിൽ അവർ ശുപാർശ ചെയ്യാൻ. അങ്ങനെയുള്ള ചിലരുടെ വാദത്തെ ഗണ്ണിച്ചല്ല ചോദിക്കുന്നു, ഫഹൽ മാഹും കിതാബുൻ മിനല്ലാഹി ഫീഹി, ഇക്കാര്യത്തിൽ വല്ല ലിഖിതവും വേദവും അറിയിപ്പുണ്ടോടോ, തെളിവുണ്ടോ? ഈ 3 ചോദ്യം വായിച്ചാൽ തന്നെ മക്കയിലെ മുശ്രിക്കുകളുടെ നിലപാടറിയില്ലേ?
മക്കയിലെ മുശ്രിക്കീങ്ങളുടെ നിലപാടറിയാൻ ഈ 3 വിഭാഗത്തിലുള്ള ഈ 3 തരത്തിലുള്ള ആളുകളുടെയും വിശ്വാസം കൊണ്ട് നിരൂപണം നടത്തിയാൽ പോരെ. ഈ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളുണ്ട്. ആ ആയത്തുകളെ ഒന്നും ഞാൻ ഓതുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുള്ള മുശ്രിക്കുകളിൽ ഇങ്ങനെയൊക്കെ വിശ്വസിച്ചവരുണ്ട്.